ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. നമ്മൾ പുട്ട്, ചപ്പാത്തി, അതേപോലെ തന്നെ പൊറോട്ടൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു അടിപൊളി ചന മസാലേൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നല്ല റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന പോലെ നല്ല കുറുകിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അതിനായി ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് അല്പം ചെറിയ ജീരകം ഒന്ന് ചേർത്തിട്ട് അത് പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 വലിയ ഉള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുന്നതിന് വേണ്ടി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടല ഇതിൽ തന്നെ ഇട്ട് വേവിക്കുന്നതുകൊണ്ട് കൂടുതൽ അങ്ങ് വഴറ്റിയെടുക്കുന്നത് വേണ്ട. ഇനി ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചെറിയ ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ചന മസാല ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും രുചികരമായതെന്ന് പറയുന്നത് ചന മസാലയാണ്. ഇത് ചേർത്താൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മണവും അതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതായ ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാ മസാലപ്പൊടികളും അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു 7-8 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള നമ്മൾ വെള്ളക്കടല, അതായത് ഞാൻ കുതിർത്തിയ ശേഷം ഇത് 2 കപ്പോളം ഉണ്ടായിരുന്നു. ഈ വെള്ളക്കടലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ വെള്ളക്കടല വേവിച്ചിട്ടല്ല ചേർക്കേണ്ടത്, കുതിർത്തി ശേഷമാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈ കുക്കറിൽ കിടന്ന് വേണം ഇതൊന്ന് വെന്ത് വരാൻ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കടല മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ചേർക്കാം. നമുക്ക് വെള്ളം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളവും കൂടി ചേർത്ത് എല്ലാം മിക്സ് ആയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഈ കടല വേവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ കുക്കറിനനുസരിച്ചിട്ട് അത് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 6-7 വിസിലോളം ഇത് കടല വേവാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല കുറുകി വന്നിട്ടുണ്ട്. കടലൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആട്ടോ ഇതിനുള്ളത്. നല്ല ടേസ്റ്റാണിത്. ഇനി ഇതിലേക്ക് അല്പം ചെറുതായി മുറിച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ഈ സമയത്ത് ചേർക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ കോയിൻ പൊറോട്ടയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊറോട്ട, ചപ്പാത്തി, പുട്ട്, അതേപോലെ ബസ്മതി റൈസ് ഇല്ലേ, അതിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ. അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്തെടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റിയാണ് ഇത്. അധികം കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇത് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ്സ് ഒന്ന് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.